ലോകമെമ്പാടും ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പരസ്യമാണ് സിഡ്നി സ്വീനിയുടെ ജീൻസ്. ഒരു പെൺകുട്ടി അവളുടെ ജീൻസ് നല്ലതാണ് എന്ന് പറയുന്നത് ഇത്ര വലിയ പ്രശ്നമാണോ? കാലിലിടുന്ന ജീൻസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിൽ തെറ്റില്ല. എന്നാൽ സിഡ്നി സ്വീനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും കിട്ടിയ ജനിതക ഗുണങ്ങളെക്കുറിച്ചാണ്. പ്രശ്നം വിശദമായി പറഞ്ഞുതരാം. അമേരിക്കൻ ഈഗിൾ എന്ന കമ്പനിക്ക് വേണ്ടി സിഡ്നി സ്വീനി എന്ന് പറയുന്ന ആക്ട്രസ് ചെയ്ത ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ പരസ്യമാണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം തുടക്കം. പരസ്യത്തിൽ അമേരിക്കൻ ഈഗിളിൻ്റെ ജീൻസ് ധരിച്ചുകൊണ്ട് സിഡ്നി സ്വീനി എന്ന ആക്ട്രസ് പറയുന്നു, ജീൻസ് ഒരു വ്യക്തിക്ക് അവരുടെ മാതാപിതാക്കളിൽ നിന്നും കിട്ടുന്നതാണ്. ഇതാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെയും മുടിയുടെ നിറത്തെയും കണ്ണിൻ്റെ കളറിനെയും എല്ലാം നിർണ്ണയിക്കുന്നത്. സിഡ്നി സ്വീനി വീണ്ടും പറയുന്നു അവരുടെ ജീൻസ് ബ്ലൂ ആണ് എന്നുള്ളത്. ഇത് കഴിയുമ്പോൾ കമ്പനി ലോഗോ കാണിച്ചുകൊണ്ട് അമേരിക്കൻ ഈഗിൾ കമ്പനി പറയുന്നു, സിഡ്നി സ്വീനി ഹാസ് ഗ്രേറ്റ് ജീൻസ്. കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഇത് കാലിൽ ധരിക്കുന്ന ജീൻസിനെ കുറിച്ചല്ല പറയുന്നത്, എന്നാൽ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ജീനുകളെ കുറിച്ചാണ് ഇവർ ഇവിടെ സംസാരിക്കുന്നത് എന്ന്. പരസ്യം പക്ഷേ ആളുകൾ കണ്ടത് മറ്റൊരു തരത്തിലാണ്. സ്വർണ്ണ മുടിയും നീല കണ്ണുകളുമുള്ള സിഡ്നിയുടെ ജീൻസ് ആണ് നല്ലത് എങ്കിൽ മറ്റുള്ളവരുടെ എല്ലാം അതിന് താഴെയുള്ളവയാണോ എന്നാണ് ആളുകളുടെ ചോദ്യം. സിഡ്നി പറയുന്നത് കേട്ടാൽ ഹിറ്റ്ലർ പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന ഉത്തമ ആര്യൻ ജീൻസിനെ ഉപമിക്കുന്നവയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും എന്ന് പറയുന്ന ആളുകളും ചില്ലറയല്ല. പരസ്യം കണ്ട മറ്റു ചിലർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പരസ്യത്തിൽ കുറച്ചധികം സെക്ഷുവൽ ചുവ ഉള്ളതായി അവർക്ക് തോന്നിയെന്നാണ്. പക്ഷേ ഇതൊരു പ്രശ്നമായി എനിക്ക് തോന്നുന്നില്ല. കാരണം സിഡ്നി സ്വീനി എന്ന് പറയുന്ന അഭിനേത്രി ഫേമസ് ആയത് തന്നെ അവരുടെ അഭിനയത്തിലുള്ള കഴിവ് കൊണ്ടല്ല, എന്നാൽ അവരുടെ സൗന്ദര്യം കൊണ്ടാണ്. മാത്രമല്ല ഇതൊരു ഫാഷൻ ബ്രാൻഡിൻ്റെ പരസ്യമായതുകൊണ്ട് തന്നെ ഇവിടെ സൗന്ദര്യത്തെ പൊക്കിപ്പിടിച്ച് കാണിക്കുന്നത് ഒരു തെറ്റായി ഞാൻ കാണുന്നില്ല. ജനിതക ഗുണത്തെക്കുറിച്ച് സംസാരിക്കുന്ന പരസ്യം യഥാർത്ഥത്തിൽ കാലിലിടുന്ന ജീൻസിനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതെന്നാണ് അമേരിക്കൻ ഈഗിൾ കമ്പനിയുടെ വാദം. കേൾക്കുന്ന ആളുകളുടെ തോന്നലും ഇൻ്റർപ്രിട്ടേഷൻസും മാത്രമാണ് ഈ പറയുന്ന കോൺട്രവേഴ്സി, അല്ലാതെ കമ്പനി ഇതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് കമ്പനി തീർത്തു പറഞ്ഞു. ഈ പരസ്യം ഇറങ്ങി ഇതിൻ്റെ കോൺട്രവേഴ്സി കൊണ്ടാവണം പിന്നീട് ഒരു 2-3 ആഴ്ചത്തേക്ക് അമേരിക്കൻ ഈഗിളിൻ്റെ ഷോപ്പിലേക്ക് വരുന്നവരുടെ എണ്ണം നന്നേ കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ പരസ്യം കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ പ്രശംസിച്ചതോടുകൂടി ഈ കമ്പനിയുടെ സ്റ്റോക്ക് വാല്യൂ അധികമായി കൂടുകയായിരുന്നു. പരസ്യം കണ്ടതിൽ 70% ആളുകൾക്ക് ഈ പരസ്യം ഇഷ്ടപ്പെട്ടെങ്കിലും കുറേ അധികം ആളുകൾ ഇപ്പോഴും പറയുന്നു സിഡ്നി ഈ പറയുന്നതിൽ തെറ്റുണ്ട്. ഈ പരസ്യം വഴി കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ക്രൂരമായി ആക്രമിക്കപ്പെട്ട ആളുകൾക്കും ഇരകൾക്കും അവരുടെ പുനരധിവാസത്തിനും അവരുടെ നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കുമെന്നൊക്കെ കമ്പനി പറഞ്ഞെങ്കിലും ആളുകൾ ഇതൊന്നും ഉൾക്കൊണ്ടില്ല. ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളൊന്നും തന്നെ ഈ പരസ്യത്തിനെ ന്യായീകരിക്കുന്ന ഒന്നല്ലെന്നാണ് ആളുകൾ ഇപ്പോഴും പറയുന്നത്. ഇതിനെക്കുറിച്ച് തൻ്റെ അഭിപ്രായം എന്നോണം സിഡ്നി സ്വീനി പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ആളുകൾ സംസാരിക്കും, അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കട്ടെ, എരിതീയിലേക്ക് എണ്ണ ഒഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇന്നത്തെ ജനത വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് മാത്രം അവർക്ക് തോന്നിയ ഒരു തോന്നൽ മാത്രമാണോ ഈ പരസ്യത്തിലുള്ള പ്രശ്നം? അതോ യഥാർത്ഥത്തിൽ സിഡ്നി സ്വീനിയും അമേരിക്കൻ ഈഗിൾ കമ്പനിയും കാണിച്ചത് തെറ്റാണോ? ജന്മനാ കിട്ടുന്ന ഗുണങ്ങൾ മാറ്റാനോ കൂട്ടാനോ ഒരു വസ്ത്ര സ്ഥാപനത്തിനോ അതിൻ്റെ പ്രൊഡക്റ്റുകൾക്കോ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പരസ്യത്തിൽ ജീൻ എന്ന പദം ഉപയോഗിച്ചത് ശരിയായില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പേരൻസിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ ജനിതക ഗുണങ്ങൾ എന്തു തന്നെയും ആയിക്കോട്ടെ, ഞങ്ങളുടെ ജീൻസ് നിങ്ങളെ കൂടുതൽ മനോഹരമാക്കും എന്നൊക്കെ കമ്പനി പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. കുറച്ചു കാലങ്ങളായി അമേരിക്കൻ ഈഗിൾ എന്ന കമ്പനിയുടെ വിറ്റുവരവുകൾ വളരെ കുറഞ്ഞിരിക്കുകയായിരുന്നു. ഈ പരസ്യം ഇറങ്ങിയപ്പോൾ പോലും ആളുകൾ പറഞ്ഞു ഈ പരസ്യം എടുത്തു മാറ്റാൻ വേണ്ടി. എന്നാൽ ഈ പരസ്യം നീക്കം ചെയ്യാൻ റെഡിയല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും കമ്പനി ഉറച്ചു നിൽക്കുന്നത്. ഈ പരസ്യം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കാൽവിൻ ക്ലെയിൻ കമ്പനിയുടെ ബ്രൂക്ക് ഷീൽഡ് എന്ന പണ്ടത്തെ പരസ്യത്തിൻ്റെ കണക്കാണ്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായി സംസാരിക്കാം. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, ഈ പരസ്യവും ഏകദേശം സിഡ്നി സ്വീനിയുടെ പരസ്യം പോലെ തന്നെ ജീനുകളും ജീൻസും എന്നുള്ള വാക്കുകൾ തമ്മിലുള്ള ഉപയോഗത്തിനെക്കുറിച്ച് തന്നെയാണ്. കമ്പനിയുടെ ലാഭം എന്ന ലക്ഷ്യം ഇതുകൊണ്ട് നിറവേറി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അതിന് ഉപയോഗിച്ച മാർഗം ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.